അയ്യപ്പൻ്റെയും ശനിദേവൻ്റെയും കഥയറിയാം. കഥയനുസരിച്ച് ഭഗവാൻ അയ്യപ്പൻ ശബരിമലയിൽ വസിച്ചിരുന്നപ്പോൾ ശനി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശക്തിയും ക്ഷമയും പരീക്ഷിക്കാൻ എന്ന ഉദ്ദേശത്തോടെ അയ്യപ്പനെ സമീപിച്ചു. ജ്യോതിഷമനുസരിച്ച് ശനിയുടെ സ്വാധീനം പോരാട്ടങ്ങളും കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടുവരുന്നു, ദേവന്മാർക്ക് പോലും. അതിനാൽ അദ്ദേഹം അയ്യപ്പനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ ശനിയുടെ നോട്ടത്തിൻ്റെ ശക്തവും പലപ്പോഴും കഠിനമായ ഫലങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്തർ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഭഗവാൻ അയ്യപ്പൻ ശാന്തനായി നിന്നു. അദ്ദേഹം ശനിയെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം നൽകി. ശനി പറഞ്ഞു, എല്ലാവരും, ഏറ്റവും ശക്തരായവർ പോലും ഞാൻ കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളെ നേരിടണം. ആരും അതിൽ നിന്ന് മുക്തരല്ല. അയ്യപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം എന്നെ പരീക്ഷിക്കുക എന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എൻ്റെ ഭക്തരെ ഒഴിവാക്കണം. അയ്യപ്പൻ്റെ ഈ വിനയവും കാരുണ്യവും കണ്ട് ശനി അത്ഭുതപ്പെട്ടു. നിസ്വാർത്ഥതയിൽ പ്രചോദിതനായ ശനി ഭഗവാൻ പറഞ്ഞു, അയ്യപ്പ, നിന്റെ ഭക്തിയും നീതിയും കാരണം നിന്റെ യഥാർത്ഥ ഭക്തരെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. വിശ്വാസത്തോടെയും ഹൃദയശുദ്ധിയോടും കൂടി ശബരിമലയിൽ വരുന്നവർ എൻ്റെ കഠിനമായ സ്വാധീനത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അതിനാൽ അയ്യപ്പൻ്റെ ആത്മാർത്ഥ ഭക്തർ ശനിയുടെ പ്രതികൂല ഫലങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിദശയിലെ ദുഷ്കരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളെ ആശ്വാസത്തിനായി ശബരിമല തീർത്ഥാടനം നടത്താൻ ജ്യോതിഷികൾ പോലും ഉപദേശിക്കുന്നു.